സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ചോദ്യങ്ങളും വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 1984 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. ചെന്തരുണി വന്യജീവി സങ്കേതത്തിന്റെ പേരിന് ആധാരമായ ചെന്തരുണി വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമം ഏതാണ്? ചെന്തരുണി വന്യജീവി സങ്കേതത്തിന്റെ പേരിന് ആധാരമായ ചെന്തരുണി വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻകോറിക്ക എന്നാണ്. ഗ്ലൂട്ട ട്രാവൻകോറിക്ക എന്നാണ് ചെന്തരുണി വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമം. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത് എന്ന് സ്ഥിരം ചോദിച്ചു കാണാറുള്ളതാണ്. ഏതാണ്? ചെന്തരുണി വന്യജീവി സങ്കേതമാണ്. അപ്പൊ ചെന്തരുണി വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഗ്ലൂട്ട ട്രാവൻകോറിക്ക എന്നാണ്. അടുത്ത ചോദ്യം, മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയാണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തിന്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയാണ്? ഓസോൺ പാളിയാണ്. ഓസോൺ പാളിയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇന്ത്യൻ ഭരണഘടനയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപനം എന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തത്? ജർമ്മനിയാണ്. ജർമ്മനി അടിയന്തരാവസ്ഥ പ്രഖ്യാപനം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ്? ജർമ്മനിയുടേതുമാണ്. മൗലിക അവകാശങ്ങളുടെ ലംഘനം ഉണ്ടായാൽ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ പൗരന് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏത്? ഇപ്പം മൗലിക അവകാശങ്ങളുടെ ലംഘനം ഉണ്ടായാൽ ഒരു വ്യക്തിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാനായിട്ട് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് മൗലിക അവകാശങ്ങളുടെ ലംഘനം ഉണ്ടായാൽ ഒരു വ്യക്തിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാനാകുന്നത്. ആർട്ടിക്കിൾ 32. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ പദവി നൽകിയ 73ാം ഭേദഗതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര്? ഇപ്പോൾ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ പദവി നൽകിയത് എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ്? 73ാമത്തെ ഭേദഗതി പ്രകാരമാണ്. ഈ ഭേദഗതി നടപ്പിലാക്കിയ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹറാവു ആണ്. PV നരസിംഹറാവു. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ പദവി നൽകിയ 73ാം ഭേദഗതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര്? PV നരസിംഹറാവു. ഒരു ബിൽ അത് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം ആർക്കാണ് ഉള്ളത്? ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം ആർക്കാണ്? ലോകസഭാ സ്പീക്കർക്കാണ്. ലോകസഭാ സ്പീക്കർ. ഒരു ബില്ല് അത് ധനബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ്. ഒരു നിയമം ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് പരിശോധിക്കുവാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം അറിയപ്പെടുന്നത്? ഒരു നിയമം അത് ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് പരിശോധിക്കുവാനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് അറിയപ്പെടുന്നത്. ജുഡീഷ്യൽ റിവ്യൂ എന്താണ്? ഒരു നിയമം ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് പരിശോധിക്കുവാനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ. ഹരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമായ ലോഥൽ പുരാവസ്തു കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? അപ്പൊ ലോഥൽ പുരാവസ്തു കേന്ദ്രം ഏത് സംസ്കാരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹരപ്പൻ സംസ്കാരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ലോഥൽ പുരാവസ്തു കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗുജറാത്ത് ആണ്. ഗുജറാത്ത്. ഹരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമായ ലോഥൽ പുരാവസ്തു കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ
ആർ വെങ്കിട്ട രമണിയാണ്. ആർ വെങ്കിട്ട രമണിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ. ആർ വെങ്കിട്ട രമണി. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച വാഹനം ഏതാണ്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച വാഹനം LVM-3M4 ആണ്. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. LVM-3M4 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച വാഹനം. ഭാരത് രത്ന ലഭിച്ച ആദ്യത്തെ കായിക താരം ആരാണ്? ഭാരത് രത്ന ലഭിച്ച ആദ്യത്തെ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരത രത്ന ലഭിച്ച വർഷം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? 2014 അപ്പൊ ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ കായിക താരം ആര് എന്ന് ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന ലഭിച്ച വർഷം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? 2014 2014. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17. ഭരണഘടന ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഭരണഘടന ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 368 ഭരണഘടന ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 368. ഒരു ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നത് ആരാണ്? ഒരു ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. 2025 പൂർണ്ണമായും സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ പാർക്കായ അനോഖി ദുനിയ തുറന്നത് എവിടെയാണ്? പ്രത്യേകത എന്താണ്? പൂർണ്ണമായിട്ടും സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ തന്നെ ആദ്യത്തെ പാർക്കാണ് അനോഖി ദുനിയ. പാർക്കിന്റെ പേര് ഓർത്തു വെക്കുക, അനോഖി ദുനിയ. ഇത് എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ഗുജറയിലാണ്. ഉത്തർപ്രദേശിലെ ഗുജറയിലാണ് അനോഖി ദുനിയ എന്ന പാർക്ക് സ്ഥാപിച്ചിരിക്കുന്നത്. പ്രത്യേകത സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ പാർക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മോസിൻഡ്രോമാണ്. മേഘാലയയിലെ മോസിൻഡ്രോമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. മേഘാലയയിലെ മോസിൻഡ്രോം. ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? തൃശ്ശൂരാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്നാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് മെയ് 22 മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നു. മെയ് 22. അടുത്ത ചോദ്യം, ഒരു പ്രദേശത്തെ വനങ്ങളുടെ ആരോഗ്യകരമായ നിലനിൽപ്പിന് ആവശ്യമായ കുറഞ്ഞ വനവിസ്തീർണം എത്രയാണ്? അല്ലെങ്കിൽ വനഭൂമി വിസ്തൃതിയുടെ ശതമാനം എത്രയാണ്? ഒരു പ്രദേശത്തെ വനങ്ങളുടെ ആരോഗ്യകരമായ നിലനിൽപ്പിന് ആവശ്യമായ കുറഞ്ഞ വനവിസ്തീർണം എന്ന് പറയുന്നത് 33.3%. 33.3%. കേരളത്തിൽ കായൽ സമ്മേളനം നടന്ന വർഷം. കേരളത്തിൽ കായൽ സമ്മേളനം നടന്നത് ഏത് വർഷമാണ്? 1913. 1913 കേരളത്തില് കായൽ സമ്മേളനം നടന്നത്. കൊച്ചി കായലില് പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമ്മേളനം അന്ന് പുലയ സമുദായത്തിന് പൊതുവഴിയിൽ സഞ്ചരിക്കാനും വിദ്യാഭ്യാസം നേടുവാനുമുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിലാണ് നടന്നത്. കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയതാരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. കായൽ സമ്മേളനം നടന്ന വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1913. 1913. ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് റിക്ടർ സ്കെയിലാണ്. റിക്ടർ സ്കെയിൽ. ഇന്ത്യയിലെ ഡെക്കാൻ പീഠഭൂമി രൂപപ്പെട്ടത് ഏത് തരം ശിലകളാലാണ്? ഡെക്കാൻ പീഠഭൂമി രൂപപ്പെട്ടത് ബസാൾട്ട് ശിലകളാണോ? ബസാൾട്ട് ശിലകളാലാണ് ഡെക്കാൻ പീഠഭൂമി രൂപപ്പെട്ടത്. ബസാൾട്ട് ശിലകൾ.
കൽപ്പാക്കം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കൽപ്പാക്കം ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിലാണ് കൽപ്പാക്കം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. അപ്പൊ ടിബറ്റിലെ സാങ്പോ എന്നറിയപ്പെടുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽഷ്യമാണ്. കാൽഷ്യം. മഴത്തുള്ളികൾക്ക് ഗോളാകൃതി ലഭിക്കുവാൻ കാരണം പ്രതല ബലമാണ്. മഴത്തുള്ളികൾക്ക് അതിന് ഗോളാകൃതി ലഭിക്കുവാനായിട്ടുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രതല ബലമാണ്. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി ആണ്. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രീസ്ലി. മനുഷ്യരിലെ വർണ്ണാന്തത എന്ന രോഗം തിരിച്ചറിഞ്ഞത് ആര്? മനുഷ്യരിലെ വർണ്ണാന്തത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന രോഗം തിരിച്ചറിഞ്ഞത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. മനുഷ്യരിലെ വർണ്ണാന്തത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന രോഗം തിരിച്ചറിഞ്ഞത് ആരാണ്? ജോൺ ഡാൾട്ടൺ. കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം? കേരളത്തിന്റെ കായിക തലസ്ഥാനം കോതമംഗലമാണ്. കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കോതമംഗലം. മേരി കോം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മേരി കോം ബോക്സിംഗ് ആണ്. രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനം നവംബർ 30 നവംബർ 30 രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നു. രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയത് ആര്? രഘുവംശം സംസ്കൃത മഹാകാവ്യമാണ്. എഴുതിയത് ആരാണ്? കാളിദാസൻ. രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയത് ആരാണ്? കാളിദാസൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം ഏതാണ്? അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം മീസോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം മീസോസ്ഫിയർ. മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക വന്യജീവി സങ്കേതം ജയ്സാൽമീർ ആണ്. രാജസ്ഥാനിലെ ജയ്സാൽമീറിലാണ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക വന്യജീവി സങ്കേതം. രാജ്മഹൽ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? രാജ്മഹൽ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് എത്രയാണ്? രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. 4 ഡിഗ്രി സെൽഷ്യസ്. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയുന്ന സെറിബ്രത്തിലെ ഭാഗം. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗ സസ്യം ഏതാണ്? സസ്യമാണ് മുള. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനമാണ്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? മുഹമ്മദ് യൂനൂസ് ആണ്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി. ഇന്ത്യ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫ് അറിയപ്പെടുന്നത് കീലിംഗ് കർവ് എന്നാണ്.
കീലിംഗ് കർവ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ട വർഷം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ടത് 1927 1927 ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ടത്. കാന്തിക ഫ്ലെക്സ് അളക്കുന്ന യൂണിറ്റ് ഏതാണ്? കാന്തിക ഫ്ലെക്സ് അളക്കുന്ന യൂണിറ്റ് വെബറാണ് കാന്തിക ഫ്ലെക്സ് അളക്കുന്ന യൂണിറ്റ്. ഏതിൻ്റെ പോഷക നദിയാണ് ജിൽജിത്ത്? ഏത് നദിയുടെ പോഷക നദിയാണ്? സിന്ധു നദിയുടെ പോഷക നദിയാണ് ജിൽജിത്ത്. അടിയന്തര ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് അഡ്രിനാലിൻ. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏതാണ്? വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഓറിയോൺ ആണ്. ലോക്പാൽ ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ആര്? ലോക്പാൽ ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് അണ്ണാ ഹസാരെ. കാടകം സത്യാഗ്രഹം നടന്ന ജില്ല. കാടകം സത്യാഗ്രഹം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ് കാടകം സത്യാഗ്രഹം നടന്നത്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? സുഗതകുമാരി. സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ ആര് എന്ന് കമന്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ ആര് എന്ന് കമന്റ് ചെയ്യുക. 1919 ഏത് ദിവസമാണ് ഇന്ത്യയിൽ ഉടനീളം ഖിലാഫത്ത് ദിനമായിട്ട് ആചരിച്ചത്? ഖിലാഫത്ത് ദിനം ഏത് ദിവസമാണ്? ഒക്ടോബർ 17. 1919 ഒക്ടോബർ 17 ഇന്ത്യയിൽ ഖിലാഫത്ത് ദിനമായിട്ട് ആചരിച്ചത്. വിഷാദത്തിന്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് ആര്? വിഷാദത്തിന്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് സുഗതകുമാരി. കോക്ക് ബോറക് ഭാഷ പ്രചാരത്തിലുള്ള സംസ്ഥാനം. കോക്ക് ബോറക് ഭാഷ പ്രചാരത്തിലുള്ളത് ത്രിപുരയാണ്. കോക്ക് ബോറക് ഭാഷ പ്രചാരത്തിലുള്ള സംസ്ഥാനം ത്രിപുര. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം. പ്രകാശരശ്മികൾ കണ്ണിലേക്ക് പ്രവേശിക്കുന്നത് കോർണിയയിലൂടെയാണ്. കോർണിയ. ഏത് നദിയുടെ കൈവഴിയാണ് ഹുഗ്ലി നദി ഏത് നദിയുടെ കൈവഴിയാണ്? ഗംഗയാണ്. ഗംഗാ നദിയുടെ കൈവഴിയാണ് ഹുഗ്ലി. തൃശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ച ലോക്മാന്യൻ എന്ന പത്രത്തിന്റെ പത്രാധിപർ. തൃശൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ലോക്മാന്യൻ എന്ന പത്രത്തിന്റെ പത്രാധിപർ കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. തൃശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ച ലോക്മാന്യൻ എന്ന പത്രത്തിന്റെ പത്രാധിപർ. പോസ്റ്റ് ഓഫീസ് എന്ന പുസ്തകം രചിച്ചത് ആര്? പുസ്തകം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. പോസ്റ്റ് ഓഫീസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ശ്രീനഗറിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ശ്രീനഗറിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നു സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും ലഡാക്കിനെയുമാണ്. ശ്രീനഗറിനെയും ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? സോജില ചുരമാണ്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ടാണ് ലോകത്തിന്റെ മേൽക്കൂര എന്ന് അറിയപ്പെടുന്നത്. ഷെർപ്പ ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വർഷം 1953 മെയ് 29. ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വർഷം 1953 മെയ് 29. കേബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കേബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ് കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. മണിപ്പൂർ.
രാജാജി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. രാജാജി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. രാജാജി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായത് കരേവ മണ്ണാണ്. കരേവ മണ്ണ്. കാഞ്ചൻജംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? കാഞ്ചൻജംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. സിക്കിം. ബ്രഹ്മപുത്രയുടെ ഉത്ഭവസ്ഥാനം. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നുമാണ്? ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നുമാണ്. മാനസ സരോവര തടാകത്തിനടുത്ത് ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നുമാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നും. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകൾ അറിയപ്പെടുന്നത്. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകൾ അറിയപ്പെടുന്നത് പുംഡി എന്നാണ്. പുംഡി. അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? അരുണാചൽ പ്രദേശിനെ എന്തുമായിട്ട്? മ്യാൻമാറുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ദിഫു ആണ്. ദിഫു അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ദിഫു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. നേപ്പാൾ. കാളി നദി മുതൽ ടിസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശം അറിയപ്പെടുന്നത്. കാളി നദി മുതൽ ടിസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശം മധ്യ ഹിമാലയം അല്ലെങ്കിൽ നേപ്പാൾ ഹിമാലയമാണ്. കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം അല്ലെങ്കിൽ നേപ്പാൾ ഹിമാലയം. കുളു താഴ്വരയെ ലാഹോൾ, സ്പിറ്റി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന ചുരം. കുളു താഴ്വരയെ ലാഹോൾ, സ്പിറ്റി എന്നീ താഴ്വരകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം റോഹ്താങ് ചുരമാണ്. റോഹ്താങ് ചുരം. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ബാരാലച്ചാല ചുരമാണ്. ബാരാലച്ചാല ചുരം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി സിയാച്ചിനാണ്. സിയാച്ചിൻ. ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം. ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ബനിഹാൽ ചുരമാണ്. ബനിഹാൽ ചുരം. ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നു ബനിഹാൽ ചുരം. ഹിമാലയം രൂപം കൊണ്ടിരിക്കുന്നത് ഏത് തരം ഫലകാതിരിലാണ്? ഹിമാലയൻ രൂപം കൊണ്ടിരിക്കുന്നത് സംയോജക സീമയാണ്. സംയോജക സീമ. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകൾ അറിയപ്പെടുന്നത്. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ. ഗിരികന്ധരങ്ങൾ. മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് വലനം. വലനം അഥവാ ഫോൾഡിംഗ്. മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് വലനം. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് 23.5 ഡിഗ്രിയാണ്. 23.5 ഡിഗ്രി. ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് ആവശ്യമായ ദിവസം. ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ 365 ദിവസങ്ങളാണ്. 365 ദിവസങ്ങൾ. 1 ഡിഗ്രി രേഖാംശം കടക്കാൻ ഭൂമിക്ക് ആവശ്യമായ സമയം എത്രയാണ്? 1 ഡിഗ്രി രേഖാംശം കടക്കാൻ ഭൂമിക്ക് എത്ര സമയം വേണം? 4 മിനിറ്റ് ആണ്. 4 മിനിറ്റ്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. കൈമുട്ടിലും കാൽമുട്ടിലും ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കുവാൻ സാധിക്കുന്ന സന്ധി അറിയപ്പെടുന്നത്. നമുക്കറിയാം, കൈമുട്ടിലെയും കാൽമുട്ടിലെയും സന്ധികൾ നമുക്ക് ഒരു വശത്തേക്ക് മാത്രമാണ് ചലിപ്പിക്കുവാൻ സാധിക്കുന്നത്. ഈ സന്ധികൾ അറിയപ്പെടുന്നത് ബിജാഗിരി സന്ധി എന്നാണ്. ബിജാഗിരി സന്ധി. സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ JC ബോസ് ആണ്. JC ബോസ്.
ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്നാണ്? ദേശീയ ഗാനം ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. 1950 ജനുവരി 24. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. പൂർണ്ണാന്തരിക പ്രതിഫലനം. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്ന് അറിയപ്പെടുന്നത്? സമുദ്രനിരപ്പിൽ നിന്നും എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്? 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട്. 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങൾ മലനാട്. അഗ്നികുണ്ഡലഖനി ഏത് സംസ്ഥാനത്താണ്? അഗ്നികുണ്ഡലഖനി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ്. കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം രാമവർമ്മപുരമാണ്. തൃശൂർ ജില്ലയിലെ രാമവർമ്മപുരം. അയഡിൻ ബാഷ്പത്തിന്റെ നിറം വയലറ്റ് ആണ്. റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം. റെഡ് ക്രോസ് 1863-ലാണ്. 1863-ലാണ് റെഡ് ക്രോസ് സ്ഥാപിതമായത്. 1863. മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാരാണ്? മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്കാണ്. റോബർട്ട് ഹുക്ക്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. 2010 ഏപ്രിൽ 1. കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലിയാണ്. ഓടക്കാലി. ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര്. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സഹ്യപർവ്വത നിരകൾ. സഹ്യപർവ്വത നിരകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? പശ്ചിമഘട്ടമാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.